ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന നമ്മളെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പറശ്ശിനിക്കടവ് വരുന്നത് ഡിസംബർ 1-നാണ് കേട്ടോ. അപ്പോൾ 2-ാം തീയതി ഇവിടെ ഉത്സവം നടക്കുന്നതാണ്. 2-ാം തീയതി തൊട്ടിട്ട് 6-ാം തീയതി വരാൻ. അപ്പോൾ ഞാൻ 1-ാം തീയതിയാണ് എത്തിയത്. പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി 10-40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറശ്ശിനിക്കടവ് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിവിടെ രാവിലെ എത്തിയിനി. അപ്പോൾ ഞാൻ വരുമ്പോൾ വണ്ടി മുകളിലാണ് വെച്ചത് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് ശ്രീ ചോന്നമ്മ ഭഗവതി കോട്ടാന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ കുറച്ച് കടയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കീഞ്ഞ് വന്നു കഴിഞ്ഞാൽ കടയുടെ സൈഡിലൂട്ട ഒരു വഴി കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു കുളത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഈ കുളത്തിൻ്റെ അകത്ത് ഒരുപാട് ആമ്പൽപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കീഞ്ഞിട്ടാണ് വന്നത്. വണ്ടി എടുത്ത് വരുന്നവരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി വെക്കുന്ന സ്ഥലമൊക്കെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ളവരോടും കാസർഗോഡുള്ളവരും തലശ്ശേരിയുള്ളവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. പുറത്തു നിന്ന് വരുന്നവരോടാണ് ഈ പറഞ്ഞത് കേട്ടോ. ഈ താഴെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് പാർക്കിങ്ങൊക്കെ. 2 വീലറും അതുപോലെ തന്നെ 4 വീലറിലൊക്കെ ഇവിടെ വെക്കാം. ഇവിടെ പേ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകാർക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റിയ ഒരുപാട് റൂമൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റൂമിന് 499 റുപ്യ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗേറ്റൊക്കെ ലൈറ്റ് കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവ് മടപ്പുരയിലേക്ക് കയറുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു സൈഡിലൂട്ട് വരുമ്പം തന്നെ അങ്ങൊന്നും ആൾക്കാർ ഈ ഒരു നമ്മൾ വരുന്ന സൈഡിലൂട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നടന്നിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നത് ചെറിയ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാട്ടോ. വഴിപാട് കൗണ്ടറാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഊട്ടുപുരിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള കാഴ്ചയാട്ടോ ഈ കാണുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് കാലും കൈയൊക്കെ കഴുകി എന്നിട്ട് അകത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും കഴിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാട്ടോ. എത്ര വിശന്ന് കഴിഞ്ഞാലും ഇവിടെയുള്ള പയറും അതുപോലെ തന്നെ ചായയും കുടിച്ച് കഴിഞ്ഞാൽ വയറ് നിറയും. അപ്പോൾ ഈ ഒരു സൈഡ് ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മടപ്പുരേൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാനും കഴിയും. സംസ്ഥാന ഗവൺമെൻറ് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഇരിക്കാൻ കഴിയും. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഏകദേശം വെയിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുഴുവനും നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മടപ്പുരേൻ്റെ അടിപൊളി വ്യൂ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ആക്കി എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്
അടിപൊളിയായിരിക്കും. കാരണം ചെറിയ പൈസയേ ഉള്ളൂ, 40 രൂപയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ അതിൻ്റെ അകത്തൊന്ന് കയറാമെന്ന് വെച്ചു. ഇപ്പോൾ ബോട്ടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മടപ്പുരൻ്റെ അടിപൊളി വ്യൂ ഒക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് കാണാനും കഴിയും കേട്ടോ. പോകുമ്പോൾ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിൽ നിന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടുന്ന് കണ്ട പറശ്ശിനിക്കടവ് മടപ്പുരൻ്റെ അടിപൊളി വ്യൂ കണ്ട. അപ്പോൾ ബോട്ടിൽ ഇവിടെ വന്നിട്ട് ബോട്ട് കയറാത്തവരുണ്ടെങ്കിൽ ഇനി എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ബോട്ട് കയറണം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പല ആൾക്കാരും ഇവിടെ നിന്നാണ് റീൽസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ. കാണുന്നില്ല എന്താ രസം എന്നറിയാം. നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ വെയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ രസമേ ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളിയാണ്. അതുപോലെ തന്നെ ബോട്ടിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് ആർക്ക് വേണ്ടിയെങ്കിലും പാട്ടൊക്കെ പാടാട്ടാ. അടിച്ച് പൊളിയായിരുന്നു പോകുന്നത്. അപ്പോൾ ആൾക്കാർ കുറവാണ്, എന്നാലും പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വന്നിട്ട് ഇടുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ളവരോടും കാസർഗോഡുള്ളവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവരോടാണ് ഈ പറയുന്നത് കേട്ടോ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇല്ല കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. താവക്കര ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുക. അപ്പോൾ അവിടുന്ന് ഓട്ടോ ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്, അല്ലെങ്കിൽ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ. പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വഴി പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ എന്തായാലും ബോട്ടിൽ നിങ്ങൾ കയറണം കേട്ടോ. ഇവിടെയുള്ള അടിപൊളി കാഴ്ച കണ്ടെങ്കിൽ ഈ ബോട്ടിൽ തന്നെ കയറണം. കാരണം മടപ്പുരയും അതുപോലെ തന്നെ ആ ഒരു സൈഡ് മുഴുവനായിട്ടും നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വൈകുന്നേരവും വന്നു കഴിഞ്ഞാലും അടിപൊളി കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക. കാരണം വെയിലത്താകുമ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസിനൊന്നും അത്ര ഒരു ഇത് കിട്ടൂല. അപ്പോൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ അടിപൊളിയാണ് കാണാനൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് പ്രൈവറ്റ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി എങ്ങനെ റേറ്റും കാര്യമൊക്കെ എന്ന്. അതിനെ പറ്റിയിട്ട് കൂടുതൽ എനിക്കറിയില്ല.